Namaste viewers, welcome back to my new video. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഓപ്ഷൻ ട്രേഡിംഗ് നമുക്ക് കൃത്യമായിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഇൻകം നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ ഏൺ ചെയ്യാമെന്നുള്ളതാണ് ഈ വീഡിയോ സ്ട്രാറ്റജി. വളരെ സിമ്പിളായിട്ടുള്ള സ്ട്രാറ്റജിയാണ്. അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് പഠിക്കാനോ ഒരു ലൈവായിട്ട് പെർഫോമൻസ് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഓൺലൈനായിട്ട് ഇത് കാണാവുന്നതാണ്, അല്ലെങ്കിൽ ഡയറക്റ്റ് എൻ്റെ ഓഫീസ് വിസിറ്റ് ചെയ്യാം. ഓഫീസ് വരുന്ന ആലപ്പുഴ ചേർത്തുള്ള KSRTC സ്റ്റാൻഡ് അടുത്താണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്താണ് കൺഫ്യൂഷൻ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് കോൾ ഓപ്ഷൻ എടുക്കണം, പുട്ട് ഓപ്ഷൻ എടുക്കണം, അത് ഏത് സ്ട്രൈക്ക് എടുക്കണം എന്നുള്ളത് നമുക്ക് കൺഫ്യൂഷൻ ആയി. ചിലപ്പോൾ നമ്മൾ കോൾ ഓപ്ഷൻ എടുക്കുമ്പോഴായിരിക്കും പുട്ട് ഓപ്ഷൻ കയറി പോണത്. അപ്പോൾ അതൊക്കെ എങ്ങനെ നമുക്ക് ഒഴിവാക്കാം, ഈ ഒരു സ്ട്രാറ്റജി, ഈ ഒരു സോഫ്റ്റ്വെയർ നോക്കിയിട്ട് കറക്റ്റായിട്ട് നമുക്ക് എങ്ങനെ എൻട്രി എടുക്കാമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്യുന്ന ബാങ്ക് നിഫ്റ്റി ചാർട്ടാണ്. നമ്മൾ എപ്പോഴും ആദ്യം നോക്കേണ്ട അതിൻ്റെ മെയിൻ അണ്ടർലൈൻ അസറ്റ്, അതിൻ്റെ ട്രെൻഡ് എന്താണെന്ന് നോക്കണം. അതിന് ബേസ് ചെയ്യണം അതിൻ്റെ ഓപ്ഷൻസ് ഒക്കെ പോകണം. അപ്പോൾ വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ പറ്റും നമുക്ക് കോൾ സൈഡാണോ പുട്ട് സൈഡാണോ നമ്മൾ പോകേണ്ടത് എന്നുള്ളത്. അതുപോലെ ഏത് സ്ട്രൈക്ക് എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് 48,909. ഇവിടെ നോക്കിയാൽ നമുക്കിവിടെ ഒരു ബൈസിക്കിൾ വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു വൈറ്റ് വേർട്ടിക്കൽ ലൈൻ, അത് ഡേ സെപ്പറേഷൻ. ഇന്നത്തെ മാർക്കറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. നമുക്കിവിടെ ഒരു ബൈസിക്കിൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഗ്രീൻ കളറിൽ അപ്പാരൻ എന്താണ് ബൈ ചെയ്യാനുള്ളത്, റെഡ് വരുന്നത് സെല്ലുമാണ്. അപ്പോൾ ഈ സിഗ്നൽസ് ഒക്കെ സോഫ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് കാണിച്ചു തന്നോളും. സിഗ്നൽ വരുമ്പോൾ ഇതുപോലെ അലേർട്ട് മെസ്സേജ് വഴി നമുക്ക് ഇൻഡിക്കേഷൻ തരും. ഈ അലേർട്ടിനകത്ത് സോഫ്റ്റ്വെയർ എൻട്രി പോയിന്റ് കാണിച്ചു തരും. അതുപോലെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ ബൈ വന്നിരിക്കുന്ന 48,689. അതായത് ബൈ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, കോൾ ഓപ്ഷൻ ബൈ ചെയ്യാനുള്ളതും 48,689 ഈ ലെവലിൽ നിൽക്കുമ്പോഴാണ് എന്ത് ബാങ്ക് നിഫ്റ്റി ബൈയിലോട്ട് വന്നത്. അപ്പോൾ ഈ ലെവൽ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് അതിൻ്റെ സ്ട്രൈക്ക് സെലക്ഷൻ നടത്തേണ്ടത്. അത് നമ്മുടെ ക്യാപിറ്റൽ ഉപയോഗിച്ച് നമുക്ക് ഇൻ ദ മണിയോട്ടോ അറ്റ് ദ മണി ഔട്ട് ഓഫ് ദ മണി ഏത് വേണമെങ്കിലും എടുക്കാം. അത് ടോട്ടലി ഡിപ്പെൻഡ്സ് ഓൺ അവർ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ബൈ എടുക്കുമ്പോൾ 48,681 എന്ന് പറയുമ്പോൾ 89. അപ്പോൾ നിയർ ബൈ നമുക്കൊരു അറ്റ് ദ മണി എടുക്കണമെങ്കിൽ 700ൻ്റെ അറ്റ് ദ മണി എടുക്കാം. അല്ലെങ്കിൽ ഇൻ ദ മണിയിലാണെങ്കിൽ നമുക്ക് 600ൻ്റെയോ 500ൻ്റെയോ എടുക്കാം. ഔട്ട് ഓഫ് ദ മണി ആണെങ്കിൽ എൻ്റെ മേളിട്ട് ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുള്ള ട്രേഡിങ്ങിൽ നമ്മളൊരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്ട്രൈക്ക് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഏത് സ്ട്രൈക്കാണ് ആ സ്ട്രൈക്കിൻ്റെ ചാർട്ടാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നതുകൊണ്ട് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇന്തമണി എഴുതമണിയൊക്കെ സെലക്ട് ചെയ്യാൻ അറിയാത്തവർക്ക് നമ്മളത് പറഞ്ഞു തരും എങ്ങനെ സിമ്പിളായിട്ട് സെലക്ട് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ നമുക്ക് 48,600ൻ്റെ ഒരു ഇന്തമണി വേണമെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് ആ ഒരു ഓപ്ഷൻ ചാർട്ട് ചെയ്യുന്ന ഓപ്ഷൻ ചെയിനിൽ നിന്ന് ഇത് ആഡ് ചെയ്യും. ഞാൻ ഓപ്ഷൻ ചെയിൻ നിങ്ങളെ കാണിച്ചിട്ട് ഇതാണ് നമ്മൾ ഓപ്ഷൻ ചെയ്ത് ആഡ് ചെയ്യുന്നൊക്കെ നമ്മൾ ഫുൾ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഉണ്ട് കേട്ടോ. നമ്മൾ ഇൻസ്റ്റാളേഷൻ നിങ്ങൾക്ക് അയച്ചു തരും. അത് നോക്കി നമുക്ക് സിമ്പിളായിട്ട് ആഡ് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഓൾറെഡി 48,600ൻ്റെ ഒരു കോൾ ഓപ്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ എൻട്രി ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇവിടെ നമുക്ക് സിഗ്നൽ വന്നോ നോക്കുക. അപ്പം നമ്മളൊരു ഓപ്ഷൻ ബയറാണ് എന്താണ് പറയേണ്ടത്, അവിടെ ബൈ സിഗ്നൽ വരണം. ഇനി ഇവിടെ എന്താണ് ചെയ്യേണ്ടത്, കൺഫേം ആണെന്ന് നോക്കുക. അതായത് നമ്മൾ ഇതിനകത്ത് കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രം ട്രേഡ് തേച്ചാൽ ഇവിടെ ബൈ വന്നു കഴിഞ്ഞാൽ അതിന് 2 കൺഫർമേഷൻ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ലൈവ് മാർക്കറ്റിൽ ഈസി ആയിട്ട് പെട്ടെന്ന് നോക്കി എൻട്രി ചെയ്യാവുന്നുള്ളൂ കേട്ടോ. കാരണം ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് പെട്ടെന്ന് വന്നോളൂ. ഇനി വന്നില്ലെങ്കിൽ മാത്രം നമ്മൾ ട്രേഡ് എടുക്കണ്ട. കൺഫർമേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ബൈ സിഗ്നൽ വന്ന ശേഷം അതിൻ്റെ തൊട്ട് താഴത്ത് നോക്കിയാൽ ഒരു ബാർ കണ്ട, ഓരോ ക്യാൻഡിലും ഓരോ ബാർ ഫോം ചെയ്യും. നമ്മൾ എൻട്രി ചെയ്യുമ്പോഴത്തേക്കും ഈ ക്യാനിൽ എൻട്രി ചെയ്യുമ്പോൾ സെക്കൻഡ് ക്യാനിൽ നമ്മൾ എൻട്രി ചെയ്യേണ്ടത്. കാരണം നമ്മുടെ എൻട്രി പോയിന്റ് 254.70 സെക്കൻഡ് ക്യാനിലാണ്. ആ സെക്കൻഡ് ക്യാനിൻ്റെ താഴത്തെ ബാർ എന്തായിരിക്കണം, ഇതുപോലെ ഗ്രീൻ ആയിരിക്കണം. അതുപോലെ പ്രൈസ് എന്ന് പറയുന്നത് സോൺ നോക്കണം, ഇത് ബൈ സോണിലായിരിക്കണം. അതായത് സിഗ്നൽ വന്ന ശേഷം ഈ 2 കൺഫർമേഷൻ ഉണ്ടെങ്കിൽ ട്രേഡ് നമുക്ക് ഡയറക്റ്റ് എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ്. ട്രേഡ് നിങ്ങൾ ചെയ്യേണ്ട ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ തന്നെയാണ്. അപ്പം മോസ്റ്റ്ലി നിങ്ങൾക്ക് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം നിങ്ങൾ സിസ്റ്റത്തിൽ തന്നെയാണെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയർ നിങ്ങൾ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ 2 ഒരേ ടൈമിൽ ഓപ്പൺ ചെയ്യാം. ഇതിനകത്ത് ഇത് ലൈവിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ സിഗ്നൽ വരുമ്പോൾ കൺഫേം ആണെങ്കിൽ നിങ്ങൾ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം എക്സിക്യൂട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ മോസ്റ്റ്ലി ഇപ്പം കൂടുതലും ആൾക്കാർ ഫോണിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫോണിലോട്ട് ആ ഒരു എൻട്രിയിൽ ആ ഒരു എൻട്രി എക്സിക്യൂട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പോൾ ഇവിടുന്ന് കൺഫേം ആയിരുന്നു. അപ്പോൾ സോഫ്റ്റ്വെയർ തന്നെ കാണിച്ചു തന്നിട്ടുണ്ട് അതിൻ്റെ എൻട്രി പോയിന്റ് 48,600 സോഫ്റ്റ്വെയർ കാണിച്ചത് എൻട്രി 254.70 ബൈ ചെയ്യാനാണ്. ഈ 254.70 എണ്ണം കിട്ടണമെന്നില്ല. നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും. ആ പ്രൈസിൽ നമ്മൾ എൻട്രി ചെയ്യുക. മാർക്കറ്റ് റേറ്റിൽ എൻട്രി ചെയ്ത ശേഷം നോക്കിയാൽ സോഫ്റ്റ്വെയറിൻ്റെ എക്സിറ്റ് ലെവൽ കാണിച്ചിരുന്നുണ്ട് 250, 300, 320 3 ടാർഗറ്റ് ഉണ്ട്. അതൊക്കെ നമ്മുടെ റിസ്ക് അനുസരിച്ചിരിക്കും. നമ്മൾ റിസ്ക് എടുക്കാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ എക്സിറ്റ് ചെയ്തേക്കുക ഫസ്റ്റ് ടാർഗറ്റിൽ, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്ത് സെക്കൻഡ് ഓർ തേർഡ് ടാർഗറ്റിൽ വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് സിമ്പിളായിട്ട് നമുക്ക് ഓപ്ഷൻ ചെയ്യുന്നത്.
അതായത് നമ്മൾ ആദ്യം എന്താ ചെയ്താൽ അതിൻ്റെ മെയിൻ ചാർട്ട് നോക്കി അവിടെ നമുക്ക് എന്ത് ഡയറക്ഷൻ പിടികിട്ടി കോൾ ഓപ്ഷനിലാണെന്ന് മനസ്സിലായി. പിന്നെ എന്താണ് നമുക്ക് ചെയ്യേണ്ടത്, സ്ട്രൈക്ക് പ്രൈസ് നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്തു. ഇത്രയും ചെയ്ത് വെച്ചാൽ മതി. പിന്നെ സ്ട്രൈക്കിൻ്റെ ചാർട്ട് നോക്കി അവിടെ നമ്മൾ കൺഫേം ആണെന്ന് മാത്രം നോക്കി വെച്ചാൽ മതി. ലൈവ് മാർക്കറ്റ് ലൈവ് ട്രേഡിംഗ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വേണ്ട ഓപ്ഷൻ ചാർട്ടൊക്കെ ഇത് മാർക്കറ്റ് ലിസ്റ്റിലോട്ട് ഇവിടെ ആഡ് ചെയ്യാം. ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന മാർക്കറ്റ് ലിസ്റ്റ് അവിടെ നമുക്ക് ആഡ് ചെയ്താൽ മതിയാ. അതാണ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഫുൾ പറഞ്ഞു തരും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ സ്ട്രാറ്റജി നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പഠിക്കണോ, ലൈവായിട്ട് ഇതിൻ്റെ പെർഫോമൻസ് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഡയറക്റ്റ് വിസിറ്റ് ചെയ്യുക ഓഫീസ്, അല്ലെങ്കിൽ ഈ നമ്പർ താഴെ നമ്പർ ഡിസ്പ്ലേ ആവുന്നുണ്ട്. എൻ്റെ പേര് ഗംഗ എന്നാണ്. കോൺടാക്ട് ചെയ്യാൻ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.